സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. ഞാനിതൊരു യൂപിന്നിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 0.3 mm സൈസ് വരുന്ന സിൽവർ കളർ ഗിയർ വയർ ആണ്. 0.4 mm നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബീഡ്സ് ആണ്. ഞാനിവിടെ ഒരു അക്വ ബ്ലൂ ആണ് കളർ എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 5 mm സൈസ് വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട്. അതേപോലെ 3 mm വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ സൈസ് ചെറുതായിട്ടുള്ള ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. എല്ലാം സെയിം കളറിലുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു അക്വ ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ്, ഡിഫറെൻറ്റ് സൈസസിൽ. അപ്പോൾ ഇങ്ങനെ 4 സൈസസ് വരുന്ന ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം. സോ നമുക്ക് എത്ര ലെങ്ത്തിലുള്ള ഹെയർ ബ്രോച്ചാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതാദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. ഞാൻ ഏകദേശം ഈ ഒരു ലെങ്ത്തിലാണ് ബ്രോച്ച് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ എൻഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മടക്കി അവിടെ ഒരു യു ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി അതിനെ ഒന്ന് പിരിച്ചെടുക്കണം. ഈ ഹോളിലാണ് നമ്മൾ സ്ലൈഡ് അല്ലെങ്കിൽ ക്ലിപ്പ് യൂസ് ചെയ്യേണ്ടത്. സോ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എൻഡ് എടുത്തതിൻ്റെ ഒരു 2 ഇരട്ടി അധികം ലെങ്ത്ത് മറ്റേ സൈഡിലുള്ള ഗിയർ വയറിന് എടുക്കണം. അതിലേക്കാണ് നമ്മൾ ബീഡ്സ് കോർത്തിടുന്നത്. സോ ആദ്യം ഒരു ഷുഗർ ബീഡ്സ് ആണ് ഇടുന്നത്. ഏറ്റവും ചെറിയ സൈസിലുള്ള ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു 9 ഷുഗർ ബീഡ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനൊരു ലീഫിൻ്റെ ഷേപ്പിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഡിസൈനിനെ നമ്മൾ ആ ഹോൾ ചെയ്ത പോർഷനിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്. അതിനെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ക്ലിപ്പ് യൂസ് ചെയ്യുകയും ചെയ്യാം, എന്നാൽ അത് പുറത്തുനിന്ന് കാണുകയില്ല. അടുത്തത് ഇതിൻ്റെ ഒരു സൈസ് വലിയ ബീഡ്സ് ആണ് ഇട്ടേക്കുന്നത്. സോ അതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക ചെയ്യുന്നത്. നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ഇനി അടുത്ത ബീഡ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇടുന്നത്. അടുത്തത് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു സൈസ് വലിയ ഷുഗർ ബീഡ്സ് ആണ് ഇടുന്നത്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, വീണ്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്, അങ്ങനെയാണ് വരേണ്ടത്. സോ അതിനുശേഷം വീണ്ടും ആദ്യം എടുത്തതുപോലെ 9 ഷുഗർ ബീഡ്സ് എടുത്ത് അതിനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് പിരിച്ചെടുക്കുകയാണ്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ ഇതുപോലെ നമ്മൾ ഓരോ ബീഡ്സും മാറി മാറി ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ സൈസിലുള്ള ബീഡ്സാണ് ഇപ്പോൾ ഇടുന്നത്. സോ ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ബീഡ്സ് സൈസ് മാറ്റി മാറ്റി ഇടുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ചെയ്യാം. സോ ഞാൻ വീണ്ടും ഈ ഡിസൈൻ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം, കാരണം ഇത് അത്രയും ഫ്ലെക്സിബിൾ ആണ്. സോ ഇനി ഇത് യൂപിന്നിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂപിന്നിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ സൈഡിലെ കമ്പി ആ സൈഡിലേക്ക് തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് വേണം ചുറ്റിയെടുക്കാനായിട്ട്. നല്ലപോലെ വലിച്ചു പിടിച്ച് ടൈറ്റ് ആക്കിയിട്ട് വേണം ചുറ്റാനായിട്ട്. ഓപ്പോസിറ്റ് സൈഡും അതേപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂപിൻ.